നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 19ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 18ആണോ 19ആണോ? 19ആണ് അല്ലേ? 19ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം, അതുപോലെ തന്നെ കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, അങ്ങനെയുണ്ട്, പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം ദർപ്പണത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. മിറർ ആദ്യം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലെൻസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് പഠിക്കുന്നത് മുഴുവൻ ദർപ്പണമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ദർപ്പണങ്ങള്, ലെൻസുകള്, അതുപോലെ തന്നെ ഗ്രഹങ്ങള്, നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് ഫിസിക്സ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് ഫിസിക്സ് കംപ്ലീറ്റ് ആയി, ബയോളജി കംപ്ലീറ്റ് ആയി, കെമിസ്ട്രി നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാത്രമേ എടുക്കാനുള്ളൂ കേട്ടോ. കെമിസ്ട്രിയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. കെമിസ്ട്രിയിൽ അത് നാളത്തെ ഒരു ക്ലാസ് കൊണ്ട് കെമിസ്ട്രി അവിടെ കഴിക്കാം. എന്നിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ ഇടും കേട്ടോ. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 4-5 ക്ലാസ്സുകൾ ഇടും. ഏതിനാണെന്നറിയോ? കറണ്ട് അഫെയറിന് കേട്ടോ. ധൈര്യമായിട്ടിരിക്കേ. അപ്പം നമുക്ക് നോക്കാം. സുതാര്യ വസ്തുക്കൾ. എന്താണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? പ്രകാശം നന്നായിട്ട് കടത്തിവിടുന്നതിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല, നമുക്ക് മുഴുവൻ തീർക്കേണ്ടതുണ്ട്. ഓക്കെ ആണ്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു പ്രാവശ്യമാണെങ്കിലും അത് നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് എത്ര പറഞ്ഞാലും പിന്നീട് നമ്മൾ ആവർത്തിക്കപ്പെടും. നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പൊ പ്രകാശം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ്, പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ പ്രകാശം ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? അല്ല, പ്രകാശം കടത്തിവിടാത്തത് അല്ലേ? പ്രകാശം സോറി മിസ്റ്റേക്ക് വന്നു. ഓക്കെ, പ്രകാശം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. എന്നാൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് ഏത്? അധാര്യ വസ്തുക്കൾ. എന്നാൽ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രമപ്രതിപതനം? ഇപ്പൊ പഠിക്കുന്ന മുഴുവൻ ദർപ്പണത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് പ്രതിപതനം? അതായത് നമുക്ക് ക്രമപ്രതിപതനം പഠിക്കാനുണ്ട്, വിസരിത പ്രതിപതനം പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ക്രമപ്രതിപതനം? അതായത് ഈ ക്രമപ്രതിപതനം നടക്കുന്നത് എവിടെയായിരിക്കും? മിനുസമുള്ള പ്രതലങ്ങളിൽ ആയിരിക്കും. ക്രമപ്രതിപതനം എവിടെയാണ്? മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം വന്ന് പതിച്ചാൽ എന്ത് ചെയ്യും? അത് ക്രമമായിട്ട് പ്രതിപദിക്കും. അതിനെയാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. മിനുസമുള്ള പ്രതലങ്ങളിലാണ് ക്രമപ്രതിപതനം നടക്കുക. മനസ്സിലായോ? ഇനി മിനുസമില്ലാത്ത പ്രദേശങ്ങളിലാണ്, മിനുസം ഇല്ലാത്ത പ്രതലങ്ങളിലാണ് പ്രകാശം പതിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പ്രകാശം ചിന്നിച്ചിതറും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? വിസരിത പ്രതിപതനം നടക്കും. ഇനി എന്താണ് പതനകോണും പ്രതിപതന കോണും? എന്താണ് പതനകോൺ? എന്താണ് പതനകോണും എന്താണ് പ്രതിപതന കോണും നോക്കാം. അപ്പൊ എന്താണ് പതനകോൺ എന്ന് ചോദിച്ചാൽ പതനരശ്മിക്കും അതുപോലെ തന്നെ ലംബത്തിനും ഇടയിലുള്ള കോണിനെയാണ് പതനകോൺ എന്ന് പറയുന്നത്. എന്നാൽ പ്രതിപതന കോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ പതനരശ്മിക്ക് എന്താണ്? ഇവിടെ പതനരശ്മിയാണ് എങ്കിൽ പ്രതിപതന കോൺ എന്ന് പറയുമ്പോൾ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. അത് ഈ വാക്കിൽ തന്നെ എടുത്താൽ മതി. പതന കോണാകുമ്പോൾ പതനരശ്മിക്ക്, പ്രതിപതന കോണാകുമ്പോൾ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണിനെയാണ് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. ഇനി എപ്പോഴും ഒരു പ്രതിപതന നിയമം അനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രതിപതന നിയമം അനുസരിച്ചിട്ട് പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. എപ്പോഴും ചോദിക്കും കേട്ടോ. അതായത് ഇപ്പൊ ഒരു ദർപ്പണത്തില് 60 ഡിഗ്രിയാണ് പതനകോൺ എങ്കിൽ അതിന്റെ പ്രതിപതന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും ചോദിക്കും. അപ്പൊ എന്താണത്? 60 ഡിഗ്രി തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രതിപതന നിയമം അനുസരിച്ച് പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതേപോലെ
പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. ഇത് രണ്ടും പ്രതിപതന നിയമങ്ങളാണ് കേട്ടോ. പ്രതിപതന നിയമം അനുസരിച്ചിട്ട് പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. അടുത്തത് എന്താണ് പാർശ്വിക വിപര്യം? സമതല ദർപ്പണത്തിൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ദർപ്പണം ഏതാണ് എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കണം. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. എന്താണ് പാർശ്വിക വിപര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു സമതല ദർപ്പണം എടുക്കുക, അതില് വസ്തുവിന്റെ വലതുഭാഗം എവിടെയായിരിക്കും? പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ട്. എന്നാൽ വസ്തുവിന്റെ ഇടതുഭാഗം എവിടെയായിരിക്കും? പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ടായിരിക്കും കാണപ്പെടുക. ഇതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ഇനി ഒരു സമതല ദർപ്പണം എടുക്കുന്ന സമയത്ത്, ഇനി മുഴുവൻ പറയാൻ പോകുന്നത് സമതല ദർപ്പണത്തെ കുറിച്ചിട്ടാണ്. ഈ സമതല ദർപ്പണത്തില് ഈ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സമതല ദർപ്പണത്തിൽ എപ്പോഴും പ്രതിബിംബത്തിന് എന്ത് സംഭവിക്കും? പാർശ്വിക വിപര്യം. അത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. പ്രതിബിംബത്തിന് എപ്പോഴും പാർശ്വിക വിപര്യം സംഭവിക്കും. എന്താണ് പാർശ്വിക വിപര്യം എന്ന് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു. പ്രതിബിംബത്തിന് എപ്പോഴും പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഏതില്? സമതല ദർപ്പണത്തിൽ. അതുപോലെ തന്നെ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും, ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണേ, തുല്യമായിരിക്കും. ഇവിടെ സമം എന്നല്ലേ, അപ്പൊ തുല്യം. വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. ഇനി വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ്? സമതല ദർപ്പണങ്ങളുടെ പ്രത്യേകതയാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. വസ്തുവിൽ നിന്നും ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. നെക്സ്റ്റ് വണ്, നമുക്ക് ഈ ദർപ്പണങ്ങളിലുള്ളത് നമുക്ക് ഓരോ കാര്യങ്ങൾ എന്താന്ന് നോക്കാം. എന്താണ് വക്രത, ആരം, ഇതൊക്കെ എന്താണ്? ദർപ്പണങ്ങളിലുള്ള കാര്യങ്ങളാണ്. വക്രതാരം, അപ്പർച്ചർ, പോള്, മുഖ്യാക്ഷം. അപ്പൊ എന്താണ് വക്രതാരം? ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരമാണ് എന്ത്? വക്രതാ ആരം എന്ന് പറയുന്നത്. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരമാണ് ദർപ്പണത്തിന്റെ വക്രതാ ആരം എന്ന് പറയുന്നത്. ഇനി എന്താണ് അപ്പർച്ചർ എന്ന് പറയുന്നത്? ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലമാണ് അപ്പർച്ചർ. ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തെ പറയുന്ന പേരാണ് അപ്പർച്ചർ എന്ന്. ഇനി എന്താണ് പോള്? ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ എന്ന് പറയുന്നത്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോള്. ഇനി എന്താണ് മുഖ്യാക്ഷം? വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് എന്ത്? മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സമതല ദർപ്പണത്തിൽ ഒരു കാര്യം പറഞ്ഞു അല്ലെ. സമതല ദർപ്പണത്തിൽ നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്ത് പഠിച്ചത് എപ്പോഴും നോട്ട് ചെയ്യണം കേട്ടോ. സമതല ദർപ്പണത്തിൽ എപ്പോഴും പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. പ്രതിപതന കോണും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഗോളീയ ദർപ്പണങ്ങളിലും ട്ടോ. ഗോളീയ ദർപ്പണങ്ങളിലും എന്ത് തന്നെയാണ്? പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അത് ശ്രദ്ധിക്കണം. ഇനി ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എഫ്, ആ ദർപ്പണത്തിന്റെ വക്രത ആരം ആറും ആരത്തിന്റെ പകുതി ആയിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം, അതായത് എഫ് തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഫോക്കസ് ദൂരം തന്നു കഴിഞ്ഞിട്ട് ഫോക്കസ് ദൂരം എന്താണ്? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എഫ് ആണ്. ഇനി ആ ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കണം പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനില് എഫ് കാണാൻ, ഫോക്കസ് ദൂരം കാണാൻ ചോദിച്ചാൽ ആരം ഡിവൈഡഡ് ബൈ 2 ആണ് ആൻസർ വരിക കേട്ടോ. എഫ് സമം r/2 ആണ്. അത് എപ്പോഴും പഠിക്കണം. എഫ് കാണാൻ r/2 ആണ്. എപ്പോഴും ഫോക്കസ് ദൂരം എത്ര എന്ന് ചോദിച്ചാൽ ആരത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആരത്തിന്റെ പകുതിയാണ് എന്ത് പറയുന്നത്? ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇനി കോൺകേവ് ദർപ്പണത്തെ കുറിച്ച് നമുക്ക് നോക്കാം.
നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവുമാണ് കേട്ടോ. കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. അപ്പൊ നമ്മൾ സമതല ദർപ്പണം കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കോൺകേവ് ദർപ്പണം നോക്കാം. ഈ കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? ഷേവിംഗ് മിറർ, അതുപോലെ തന്നെ മേക്കപ്പ് മിറർ, ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഹെഡ് മിറർ. ഹെഡ് മിറർ ഈ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കില്ലേ ഹെഡ് മിറർ, അതിൽ. അതുപോലെ സിനിമ പ്രൊജക്ടറുകളിൽ ഒക്കെയാണ് കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത്. ഇനി കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് തെരുവ് വിളക്കുകളിൽ, അതുപോലെ തന്നെ വാഹനങ്ങൾ, മറ്റേ നമ്മൾ വണ്ടികളിൽ ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഓട്ടുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നോക്കും അല്ലേ, ബാക്കിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആ റൈറ്റ് സൈഡ് ഗ്ലാസ് അതിലൊക്കെ ഉപയോഗിക്കുന്ന ദർപ്പണം. ഇപ്പൊ നിങ്ങൾ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ ആലോചിക്കണം കേട്ടോ. നിങ്ങൾ സ്കൂട്ടിയും കാറും ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ, ബൈക്കൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഈ കണ്ണാടി കൂടെ ഇങ്ങനെ നോക്കില്ല. നമ്മളെപ്പോഴും നമ്മളൊക്കെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ എന്താ ചെയ്യുക? നമ്മളിങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കും അല്ലേ, വലതുവശത്ത് ഇങ്ങനെ നോക്കും നമ്മൾ ഏതെങ്കിലും വണ്ടി ബാക്കിൽ വരുന്നുണ്ടോ, എന്നിട്ട് വേണം നമുക്കൊന്ന് ടേണിങ് ചെയ്യാനൊക്കെ അല്ലേ. അപ്പൊ ചിന്തിക്കണം, എന്റെ ഗ്ലാസ്സിൽ കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുക കേട്ടോ. അതേപോലെ തന്നെ തെരുവ് വിളക്ക് പറയുമ്പോൾ നമുക്കറിയാം റോഡിലാണ് അല്ലേ തെരുവ് വിളക്കുകൾ. നമ്മൾ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതും തെരുവിലൂടെയല്ലേ, തെരുവ് വിളക്കുകളും റോഡിലൂടെയല്ലേ. അപ്പൊ രണ്ടും എന്താണ്? കോൺവെക്സ് ദർപ്പണമാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ ദർപ്പണങ്ങൾ നോക്കി. സമതല ദർപ്പണം എന്താണ്, കോൺകേവ് എന്താണ്, കോൺവെക്സ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ലെൻസുകളെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? ഇനി എന്താണ് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്, കോൺകേവ് ലെൻസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കോൺവെക്സ് ലെൻസ്, എന്താണ് കോൺകേവ് ലെൻസ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ലെൻസുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളതിൽ ലെൻസിൽ നമുക്ക് യഥാർത്ഥ പ്രതിബിംബവും കിട്ടും, മിഥ്യാപ്രതിബിംബവും കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ലെൻസിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഇപ്പൊ യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാപ്രതിബിംബവും കിട്ടാറുണ്ട്. അപ്പൊ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബമാണ് ഏത്? യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്. ഒരു സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബമാണ് ഏത്? യഥാർത്ഥ പ്രതിബിംബം, അതായത് റിയൽ ഇമേജസ് എന്ന് പറയുന്നത്. എങ്കിൽ മിഥ്യാപ്രതിബിംബം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും നമുക്ക് മാത്രം കാണാൻ കഴിയുന്നതുമായ, നമുക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണാൻ കഴിയുന്നതുമായ പ്രതിബിംബമാണ് ഏത് എന്ന് പറയുന്നത്? മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബമാണ് ഇത് മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി കോൺവെക്സ് ലെൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം, എന്നിട്ട് കോൺകേവ് ലെൻസിനെ കുറിച്ചിട്ടും പഠിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താ പഠിക്കേണ്ടത്? കോൺവെക്സ് ലെൻസ് ആണ് പഠിക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് ഉത്തല ലെൻസ് എന്ന് പറയുന്നത്. എന്താടാ ഉത്തല ലെൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് സംപ്രജന ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ മധ്യഭാഗം കനം കൂടിയതായിരിക്കും, ബക്കുകൾക്ക് കനം കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏതിന്? കോൺകേവ് ലെൻസിന് കേട്ടോ. അപ്പൊ ഒരു കാര്യം നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ പേരുകളാണ് ഉത്തല ലെൻസ് എന്നും സംപ്രജന ലെൻസ് എന്നും ഒക്കെ അറിയപ്പെടുന്നത്. മധ്യത്തിൽ കനം കൂടിയതാണ്, ബക്കുകൾക്ക് കനം കുറവാണ്. ഇതിൽ ലഭിക്കുന്ന പ്രതിബിംബം എപ്പോഴും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബമായിരിക്കും. ഏതിന് കിട്ടുക? കോൺവെക്സ് ലെൻസിന് കിട്ടുക. ഇനി കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ ഉപയോഗങ്ങൾ? ദീർഘദൃഷ്ടി പരിഹരിക്കാനായിട്ട് പറ്റും. എന്താണ്? ദീർഘദൃഷ്ടി കേട്ടോ, ഹ്രസ്വമല്ല, ദീർഘദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെള്ളെഴുത്ത് പരിഹരിക്കാൻ, എന്താണ്? വെള്ളെഴുത്ത് കണ്ണിലുണ്ടാകുന്നതാണ് അല്ലെ, വെള്ളെഴുത്ത് പരിഹരിക്കാൻ. അതുപോലെ തന്നെ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാൻ,
ചെറിയ വസ്തുക്കളെ നമുക്ക് എന്താക്കി മാറ്റാം? വലുതാക്കി കാണാൻ ആയിട്ട് എന്ത് ഉപയോഗിക്കാം? ഏത് ഉപയോഗിക്കാം? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാനായിട്ട് നമ്മൾ ഏതൊക്കെ ലെൻസുകൾ ഉപയോഗിക്കുക? ഈ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കും. ഏതാണ്? ഹാൻഡ്. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കാറില്ലേ? ആ അക്ഷരങ്ങൾ വലുതാക്കി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, എന്നിട്ട് ആ ചെറിയ ചെറിയ അക്ഷരങ്ങളിൽ ആ കണ്ണട കൊണ്ട് വെക്കും. അപ്പോൾ നമുക്ക് ആ അക്ഷരങ്ങൾ വലുതായി കാണും. അതെന്താണ്? ഹാൻഡ് ലെൻസ് ആണ് അല്ലേ? അതുപോലെ തന്നെ മാഗ്നിഫയിങ് ഗ്ലാസ്, മാഗ്നിഫയിങ് ഗ്ലാസ്, ഇതൊക്കെ എന്താണ്? ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസുകളാണ് ഹാൻഡ് ലെൻസ്, മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ബേണിംഗ് ലെൻസ്, എന്താണ്? ബേണിംഗ് ലെൻസ് ആയിട്ടും ഏത് ഉപയോഗിക്കും? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, നമ്മൾ മൈക്രോസ്കോപ്പ് എന്തിനാ ഉപയോഗിക്കുക? അപ്പൊ ബാക്ടീരിയകളൊക്കെ നിരീക്ഷിക്കുമ്പോൾ ചെറിയ കുഞ്ഞു ബാക്ടീരിയ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോഴല്ലേ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? അതിനെ വലുതാക്കി കാണാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ലേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാൻ കോൺവെക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ മൈക്രോസ്കോപ്പില്, അതുപോലെ തന്നെ ടെലിസ്കോപ്പില്, മൈക്രോസ്കോപ്പില്, അതുപോലെ തന്നെ TV, ക്യാമറ, പ്രൊജക്ടർ, ഇതിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കോൺവെക്സ് ലെൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇനി നമുക്ക് അടുത്തത് കോൺകേവ് ലെൻസിനെ നോക്കാം. ഇനി ഈ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാല് വിവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഈ കോൺകേവ് വിവ്രജന ലെൻസ് എന്ന് കണക്ട് ചെയ്യുക. കോൺകേവ് ലെൻസ് വിവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നു. അതിന്റെ എന്താണ്? മധ്യത്തില് കനം കുറവാണ്. മധ്യത്തിൽ എന്താണ്? കനം കുറവാണ്. അവിടെ മധ്യത്തിൽ കനം കൂടുതലാണ്. മധ്യത്തിൽ കനം കുറവാണ്. വക്കുകൾക്ക് കനം കൂടുതലാണ്. മധ്യത്തിൽ കനം കുറവാണ്. വക്കുകൾക്ക് കനം കൂടുതലാണ്. ഇതിന്റെ മുഖ്യ ഫോക്കസ് എന്തായിരിക്കും? മിഥ്യ ആയിരിക്കും. ഇതിന്റെ മുഖ്യ ഫോക്കസ് എന്താണ്? മിഥ്യയാണ്. ഇനി കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ എന്തായിരിക്കും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോൺവെക്സിന്റെ പറഞ്ഞു അല്ലേ? അവിടെ ദീർഘദൃഷ്ടി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗലീലിയൻ ടെലിസ്കോപ്പുകൾ ഉണ്ടല്ലോ. നമ്മൾ സാധാരണ അവിടെ നേരത്തെ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞു. എന്നാൽ ഗലീലിയൻ ടെലിസ്കോപ്പില് ഐലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. അതുപോലെ തന്നെ ഈ വാതിലുകളിലൊക്കെ നമ്മൾ എന്താ പറയാ ഘടിപ്പിക്കും. ഈ സ്പൈ ഹാളിലൊക്കെ വാതിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹാളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? കോൺകേവ് ലെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ ലെൻസിന്റെ യൂണിറ്റ് ആണ് ഏത്? ലെൻസിന്റെ യൂണിറ്റ് ഏതാണ്? അതായത് നമ്മൾ സാധാരണ ഈ പവർ പറയില്ലേ? നമ്മൾ സാധാരണ ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പവർ എന്ന് പറയും. ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കണ്ണടകളിലാണെങ്കിലും ഒക്കെ നമ്മൾ ഓരോരോ ലെൻസുകൾ പറയും. എൻ്റെ കണ്ണിന്റെ എൻ്റെ കണ്ണടന്റെ പവർ പോയിരിക്കുകയാണ്, നമുക്ക് വേറെ ഗ്ലാസ് മാറ്റണം എന്നൊക്കെ പറയും അല്ലേ? നമ്മൾ പവർ ഓഫ് ലെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അല്ലേ? അപ്പൊ ഈ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താണ്? ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. എന്താണ്? ഡയോപ്റ്റർ ആണ്. D എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് അതിനെ സൂചിപ്പിക്കും ട്ടോ. അടുത്ത നമ്മള് ദർപ്പണങ്ങളും ലെൻസുകളും കഴിഞ്ഞു. നമുക്ക് ഇനി നക്ഷത്രങ്ങളെ നോക്കാം ട്ടോ. സോളാർ സിസ്റ്റം നോക്കാം. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ നോക്കാം. ഇതില് ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താ? നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഞാൻ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം ഇന്നലത്തെ പഠനതെന്നാണ്? പഠിച്ചവര് വേഗം ഒന്ന് മനസ്സിൽ പറയടാ. മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനമാണ് അല്ലെ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താണ്? അപവർത്തനമാണ് അല്ലെ? ഇനി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ഗാലക്സിയെ എന്തു പറയും? ഗാലക്സി എന്ന് പറയും അല്ലെ? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് എന്തു പറയുക? ഗാലക്സി എന്ന് പറയുക അല്ലെ? ഗാലക്സി എന്ന് പറയും അല്ലെ? ഇനി ഇനി നമുക്ക് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്?
സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് കേട്ടോ. സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്താണ്? സൂര്യനാണ്. ഓക്കെ ആണോ? ഇനി ഈ ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ്? ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ഏതൊക്കെ? വെരി ഇമ്പോർട്ടന്റ് ആണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ടാണ് ഏത് കാണപ്പെടുന്നത്? ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞു. ഇത് ആരാ തെളിയിച്ചത്? കോപ്പർനിക്കസ് ആണ്. ആരാണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞത് കോപ്പർനിക്കസ് ആണ്. അതുപോലെ തന്നെ ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ടാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ചോദിക്കാറുണ്ട്, PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി എന്താണ് ഒരു നക്ഷത്ര മാസം എന്ന് പറഞ്ഞാൽ? ഒരു നക്ഷത്ര മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൂണില് ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ, ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ എത്ര സമയം വേണം? 27.3 ഡേയ്സ് ആണ്. എത്രയാണ്? 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതിനെയാണ് ഒരു നക്ഷത്ര മാസം എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദ്യം വരാം, ഒരു നക്ഷത്ര മാസം എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതിൽ ഏതാണ് ചോദിച്ചിട്ട് ഓരോരോ സംഖ്യകൾ മാറ്റിയിട്ട് തന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ. 27.3 ഡേയ്സ് ആണ്. 27.3 ദിവസമാണ് എന്ത് പറയുന്നത്? നക്ഷത്ര മാസം എന്ന് പറയുന്നത്. ഇനി സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഗ്രഹം ഏതാണ്? ഏത് ഗ്രഹമാണ് സ്ഥിതി ചെയ്യുന്നത്? ബുധനാണ് അല്ലെ? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധനാണ്. എങ്കിൽ സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? അത് നെപ്റ്റ്യൂൺ ആണ്. ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത്. ഇനി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ്? അത് നമ്മൾ അധിവസിക്കുന്ന ഭൂമിയാണ്. എങ്കിൽ ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. എങ്കിൽ തണുപ്പുള്ള ഗ്രഹം തണുപ്പുള്ള ഗ്രഹം ഏതാണ്? അത് യുറാനസ് ആണ്. തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. എങ്കിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം അത് വ്യാഴമാണ്. എങ്കിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ളത്. എങ്കിൽ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, പ്രഭാതം, പ്രദോഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗ്രഹം ഏതാണ്? അത് ശുക്രനാണ്. ഏതാണ്? ശുക്രനാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്കിനി ഈ സൂര്യനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞു. അത് കണ്ടെത്തിയത് കോപ്പർനിക്കസ് ആണ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഈ സൗരയൂഥത്തിന്റെ ആകെ പിണ്ഡം 100% എടുത്തു വെക്കുക. സൗരയൂഥത്തിന്റെ ആകെ മാസം 100%. അതിൽ ആ സൗരയൂഥത്തിന്റെ 99% മാസം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? സൂര്യനിൽ തന്നെയാണ് കേട്ടോ. ഇനി സൂര്യനിലെ പ്രധാനപ്പെട്ട വാതകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും അതുപോലെ തന്നെ ഹീലിയവുമാണ്. സൂര്യനിലെ പ്രധാനപ്പെട്ട വാതകങ്ങൾ. ഇനി സൂര്യനിൽ ഊർജ്ജ ഉൽപാദനം നടക്കുന്നത് ഏത് വഴിയാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഫിഷൻ അല്ല കേട്ടോ. ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? സൂര്യനിൽ ഊർജ്ജ ഉൽപാദനം നടക്കുന്നത്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എടുക്കാൻ വേണ്ട സമയം. ഇനി സൂര്യന്റെ ഭ്രമണകാലം എത്രയാണ്? സൂര്യന്റെ ഭ്രമണകാലം 27 ദിവസമാണ്. 27 ദിവസമാണ് സൂര്യന്റെ ഭ്രമണകാലം എന്ന് പറയുന്നത്. എങ്കിൽ പരിക്രമണകാലം എത്രയാണ്? 25 കോടി വർഷമാണ്. കോടിന്റെ അവിടെ 25 കോടി വർഷമാണ്. ഓക്കെയാണ്. അപ്പൊ സൂര്യനിൽ പ്രധാനപ്പെട്ട കാണുന്ന വാതകങ്ങൾ ഹൈഡ്രജനും ഹീലിയവുമാണ്. സൂര്യനിലെ ഊർജ്ജ ഉൽപാദനത്തിന് കാരണം ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. സൂര്യന്റെ ഭ്രമണകാലം 27 ദിവസമാണെങ്കിൽ സൂര്യന്റെ പരിക്രമണകാലം 25 കോടി വർഷമാണ്. ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങളുണ്ട് നമ്മൾ പഠിക്കണം അല്ലെ? ബുധൻ ഉണ്ട് അല്ലെ? നമ്മൾ പഠിച്ചു ബുധൻ. പിന്നെ ഏതാണ്? ശുക്രൻ ഉണ്ട്. പിന്നെ ഭൂമി അല്ലെ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ,
ചൊവ്വ, പിന്നെ വ്യാഴം, പറയും വേഗം പറയണം കേട്ടോ. വ്യാഴം, ശനി, പിന്നെ യുറാനസ് അല്ലേ, യുറാനസ്, പിന്നെ നെപ്റ്റ്യൂൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ ആണോ? ഇനി ഇപ്പോ ഇതില് ചെറുതിൽ നിന്നും വലുതിലേക്ക് ഈ ഗ്രഹങ്ങളെ ഒന്ന് ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്, ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ഇതിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. 1, 2 പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം. അത് കഴിഞ്ഞ് ഏതാണ് ചെറിയ ഗ്രഹം? ചൊവ്വയാണ്. മനസ്സിലായോ? ചൊവ്വയാണ്. അടുത്തത് 2. അടുത്തത് ശുക്രനാണ്. ഓക്കെ, അടുത്തത് ഏതാണ്? ശുക്രനാണ്. പിന്നെ ഏതാണ്? ഭൂമിയാണ്. ശുക്രൻ കഴിഞ്ഞാൽ ഭൂമിയാണ്. പിന്നെ നെപ്റ്റ്യൂൺ ആണ്. പിന്നെ യുറാനസ് ആണ്. പിന്നെ നമുക്കറിയാം അല്ലേ, 7, 8. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. 2ാം സ്ഥാനത്ത് ശനി, അത് കഴിഞ്ഞാൽ യുറാനസ്, അത് കഴിഞ്ഞാൽ നെപ്റ്റ്യൂണ്, അത് കഴിഞ്ഞാൽ ഭൂമി, പിന്നെ ശുക്രൻ, പിന്നെ ചൊവ്വ, പിന്നെ ബുധൻ. ഇതിലൊരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്ന ക്രമത്തിൽ വരുമ്പോൾ ഭൂമിയുടെ സ്ഥാനം എത്രാമത്തേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, അത് കഴിഞ്ഞാൽ ശനി 2, 3, 4. അപ്പൊ എത്രാം സ്ഥാനത്താണ് ഭൂമി കിടക്കുന്നത്? വലിപ്പത്തിന്റെ സ്ഥാനത്തിൽ ഭൂമിയുടെ വലിപ്പത്തിലെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനത്താണ്. ഇത് PSC ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്. ഇനി ഈ ബുധനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഏറ്റവും ചെറിയ ഗ്രഹമാണ് അല്ലെ? ഏറ്റവും ചെറിയ ഗ്രഹമാണ് ഏത്? ഭൂമി എന്ന് പറയുന്നത്. ബുധന് എന്തില്ല? ഉപഗ്രഹങ്ങൾ ഇല്ല. ഉപഗ്രഹങ്ങൾ ഏതിന് ഇല്ല? ബുധന് ഇല്ല. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ബുധനാണ്. അപ്പൊ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ഏത്? ബുധൻ എന്ന് പറഞ്ഞത്. എങ്കിൽ നമുക്ക് ശുക്രനെ കുറിച്ച് നോക്കിയാലോ. ഏറ്റവും ചൂട് കൂടിയത് അല്ലെ, ഏറ്റവും ചൂട് കൂടിയത് ശുക്രനാണ്. ശുക്രനും എന്തില്ല? ഉപഗ്രഹങ്ങൾ ഇല്ല. ബുധനും ശുക്രനും എന്തില്ല? ഉപഗ്രഹങ്ങളില്ല. ഇതിന്റെ ഭ്രമണം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ശുക്രന്റെ എന്ത് ഭ്രമണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ഇരട്ട എന്താണ്? ഭൂമിയുടെ ഇരട്ട സൂര്യന്റെ അരുമ. ഭൂമിയുടെ ഇരട്ടയാണെങ്കിൽ സൂര്യന്റെ അരുമ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ് കേട്ടോ. അതുപോലെ തന്നെ രാത്രി കാലത്ത് ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് ഏതാണ്? ചന്ദ്രനാണ് അല്ലെ? ആ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ഏത്? ശുക്രൻ എന്ന് പറയുന്നത്. പിന്നെ പ്രഭാത നക്ഷത്രം എന്നും പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നതും ശുക്രനാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിലോ, ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഭൂമിയെ പഠിക്കുമ്പോൾ എന്താ പറയാ? നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് അല്ലെ? ജീവനുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ. അപ്പൊ ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങൾ ഏതൊക്കെയാ പഠിച്ചത്? ഉപഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് ബുധനും ശുക്രനുമാണ്. നമ്മുടെ ഭൂമിക്ക് ഒരു ഉപഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് ചന്ദ്രൻ. ഇനി ഭൂമിയുടെ ഭ്രമണകാലം എത്രയാണ്? 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡുമാണ്. എങ്കിൽ ഭൂമിയുടെ പരിക്രമണ കാലം എത്രയാണ്? 365 ദിവസവും 5 മണിക്കൂർ 48 മിനിറ്റ്. മക്കളെ ഇങ്ങനെയൊക്കെ തന്നിട്ടും ഇതിന്റെ ഇടയിൽ ഈ ഓരോരോ ടൈമുകളിൽ മാറ്റിയിട്ട് PSC തന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ 365 ദിവസമായി, 5 മണിക്കൂറായി, 48 മിനിറ്റുമായി. അതായത് 6 മണിക്കൂറിലേക്ക് അടുത്ത് എത്തുന്നു അല്ലേ? അവിടെ 23 മണിക്കൂറായി, 56 മിനിറ്റായി, 4 സെക്കൻഡുമാണ് ഭ്രമണകാലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചൊവ്വയെ കുറിച്ചിട്ട് എന്തൊക്കെ നോക്കാം? ചൊവ്വ പഠിച്ചു, ശുക്രൻ പഠിച്ചു, ഭൂമി കഴിഞ്ഞു, ഇനി ചൊവ്വ. ചൊവ്വ നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്
പിന്നെ എന്തുകൊണ്ടാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടാൻ കാരണം? ഇവിടെ ഇരുമ്പിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇതിനെ പറയുന്നത്. രണ്ട് ഉപഗ്രഹങ്ങൾ, ചൊവ്വയുടെ രണ്ട് ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡീമോസും. ഫോബോസും ഡീമോസും ചൊവ്വയുടെ രണ്ട് ഉപഗ്രഹങ്ങളാണ്. അപ്പൊ ഭൂമിയുടെ ഒരു ഉപഗ്രഹം ഏതാ? ചന്ദ്രൻ. ഉപഗ്രഹങ്ങളില്ലാത്തത് ഏതാ? ബുധനും ശുക്രനും. ഇനി ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഫോബോസും ഡീമോസും. അതുപോലെ തന്നെ ഭൂമിയിലെ പോലെ തന്നെ ഈ ഒരു ഋതുക്കൾ അനുഭവപ്പെടുമല്ലോ, ആ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ചൊവ്വയിലാണ്. അതുപോലെ തന്നെ തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ചൊവ്വയാണ്. അതുപോലെ തന്നെ ഈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് കാണപ്പെടുന്നതും എവിടെയാണ്? ചൊവ്വ. നെക്സ്റ്റ് വൺ നമുക്ക് വ്യാഴം നോക്കാം. എന്തൊക്കെയാണ് വ്യാഴത്തെ കുറിച്ച് പഠിക്കാൻ? നമ്മൾ ഏറ്റവും വലിയ ഗ്രഹമാണ് അല്ലേ? ആള് ചില്ലറക്കാരനല്ല, ഏറ്റവും വലിയ ഗ്രഹമാണ്. ഒരു വ്യാഴവട്ടം പറഞ്ഞാൽ എന്താണ്? എത്ര വർഷമാണ്? 12 വർഷമാണ്. ഇനി ഗലീലിയൻ ഉപഗ്രഹങ്ങളായ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് പറയുക. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഗലീലിയോ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. ഗാനിമീഡ്, അതുപോലെ തന്നെ കാലിസ്റ്റോ, കാലിസ്റ്റോ, അയോ, യൂറോപ്പ്, ഇതൊക്കെ എന്താണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തിലെ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ളതാണ് അത് ശനി എന്ന് പറഞ്ഞത് അല്ലെ. ശനി എപ്പോഴും ചോദിക്കുന്നത് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ശനിയാണ്. സാന്ദ്രത കുറഞ്ഞതാണ് കേട്ടോ. സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ഏത്? ശനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ഏത്? ശനി എന്ന് പറയുന്നത്. ഇനി ശനിയുടെ ഒരു ഉപഗ്രഹമാണ് ഏത്? ടൈറ്റൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ശനിയുടെ ഒരു ഉപഗ്രഹമാണ് ഏത്? ടൈറ്റൻ ആണ്. ഈ ടൈറ്റൻ ആണ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം. ശനിയുടെ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ടൈറ്റൻ ആണ്. അതുപോലെ തന്നെ ഈ ടൈറ്റൻ തന്നെയാണ് ഈ സൗരയൂഥത്തില് അന്തരീക്ഷമുള്ള ഒരേ ഒരു ഗ്രഹമാണ്. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാലും ടൈറ്റൻ ആണ്. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാലും അത് ടൈറ്റൻ ആണ്. പിന്നെ ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റൻ തന്നെയാണ്. അടുത്തത് യുറാനസ് ആണ്. നമ്മൾ എന്താ പറയാ? യുറാനസിന്റെ ഫസ്റ്റ് പറയുന്നത് പച്ചഗ്രഹം എന്ന് പറയും അല്ലേ. ഇതിന്റെ ഭ്രമണം എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും തണുപ്പ് അല്ലെ, ഏറ്റവും തണുപ്പേറിയ ഗ്രഹമാണ്. പിന്നെ യുറാനസ് പറയുമ്പോ ഏതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഉരുളുന്ന ഗ്രഹം അല്ലെ. ഉരുളുന്ന ഗ്രഹമാണ് യുറാനസ്. അതേപോലെ തന്നെ ഈ ടെലിസ്കോപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? യുറാനസിനെ കണ്ടെത്തുന്നത്. ഇനി നമുക്ക് അടുത്തത് ഏതാണ്? നെപ്റ്റ്യൂൺ അല്ലെ. ഈ നെപ്റ്റ്യൂണിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാ അറിയാം? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂൺ ആണ്. അതേപോലെ തന്നെ ഭാരം സൂര്യനിൽ നിന്ന് നെപ്റ്റ്യൂൺ നമുക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല. നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു കൺക്ലൂഷൻ നടത്താം. ഓക്കെ, ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏത്? ഒന്ന് ഫില്ല് ചെയ്ത് നോക്ക്. പറഞ്ഞതിനനുസരിച്ചിട്ട് ചെയ്തു നോക്കാൻ പറ്റണേ. ഭാരം കൂടിയത് ഏതാണ്? എങ്കിൽ ഭാരം കുറഞ്ഞ ഗ്രഹം ഏതാണ്? വലിയ ഗ്രഹം ഏത്? ചെറിയ ഗ്രഹം ഏത്? ഭ്രമണവേഗത കൂടുതൽ ഏതിന് കുറവ്? ഇപ്പൊ ചെയ്യണേ. മിസ്സേ പറയാൻ ഒന്ന് പറയേ. അങ്ങനെ മനസ്സിൽ വിചാരിക്കണ്ടോ? പിന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ പറയാണ്, പ്രിലിംസ് പാസ്സാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. സുഖമായിട്ട് പാസ്സാകും. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ.
ഞാനിതാ നമ്മള് ആ 3/2026 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയിപ്പോ നമുക്ക് ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ GK കഴിയും. എന്നിട്ട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു LGS ലെവൽ എക്സാം നടത്തിയില്ലേ, ആ എക്സാമിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ് തരും. അതിൽ ഓരോ ക്വസ്റ്റ്യനിലും എത്രമാത്രം നമുക്ക് പോയിന്റുകൾ ഉൾപ്പെടുത്തി പറയാൻ പറ്റുമോ അതൊന്ന് ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ് തരും. നല്ലൊരു മാർക്കാവും കേട്ടോ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുക, ഉറപ്പാണ്. നമ്മുടെ എല്ലാ ചാലഞ്ചും കാണുക. ഈ ചാലഞ്ച് മാത്രമല്ല, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ടോപ്പിക് വൈസ് ആയിട്ടും SCERT ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രയോജനപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് ഇത്ര വലിയ വിഷയമൊന്നുമല്ല കേട്ടോ. ധൈര്യമായിട്ട് ഇരിക്കുക കേട്ടോ. ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏതാണ്? ഭാരം കൂടിയത് വ്യാഴമാണ്. എങ്കിൽ ഭാരം കുറഞ്ഞത് ഏതാടാ? ശനിയാണ്. എങ്കിൽ വലുതേതാടാ? വ്യാഴമാണ്. എങ്കിൽ ചെറുതേതാണ്? ബുധനാണ്. ഭ്രമണ വേഗത കൂടുതൽ വ്യാഴം. ഇതൊക്കെ പ്രത്യേകതയാണല്ലേ വ്യാഴത്തിന്. എങ്കിൽ കുറഞ്ഞത് ശുക്രൻ. അപ്പോ ഭാരം കൂടിയത് വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ഭ്രമണ വേഗത കൂടുതൽ വ്യാഴം. തെറ്റിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ നമ്മുടെ SCERT കിടക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഈ വേട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മുടെ SCERT കാണാൻ കഴിയും. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ ഡിസംബർ മാസമില്ലേ, ഡിസംബർ മാസത്തില് സന്ധ്യാസമയത്ത് രാത്രിയാകുമല്ലോ, ആ സമയത്ത് ഈ കിഴക്കൻ ചക്രവാളത്തില് കാണാവുന്ന ഒരു നക്ഷത്ര ഗണമാണ് ഏത്? വേട്ടക്കാരൻ എന്ന് പറയുന്നത്. വേട്ടക്കാരന്റെ രൂപം എങ്ങനെയായിരിക്കും? അതേപോലെ ആയിരിക്കും ആ നക്ഷത്രങ്ങൾ കാണാൻ കഴിയുക കേട്ടോ. അതായത് ആ നക്ഷത്രങ്ങളെ തമ്മിൽ, അതായത് അങ്ങനെ ആ നക്ഷത്രങ്ങൾ ഉണ്ടാവും, അതിനെ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു രൂപം കിട്ടും. ആ രൂപമാണ് ഏത്? വേട്ടക്കാരന്റെ രൂപം. ഡിസംബർ മാസത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് കേട്ടോ. അപ്പൊ നമ്മള് എന്തായി? അപ്പൊ നമ്മള് ഫിസിക്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതില് ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ നമ്മൾ എടുത്ത ലെസൺസ് ഏതൊക്കെയാണ്? താപം എടുത്തു തന്നു, ലെൻസ്, അതുപോലെ തന്നെ ദർപ്പണങ്ങൾ എടുത്തു തന്നു, പിന്നെ പ്രകാശം എടുത്തു തന്നു, പിന്നെ ഇന്നിപ്പോ നമ്മൾ എടുത്തത് ഏതാണ്? സോളാർ സിസ്റ്റങ്ങളാണ് അല്ലെ. സോളാർ സിസ്റ്റം എടുത്തു, പിന്നെ മോഷൻ എടുത്തു അല്ലെ, ചലനം എടുത്തു, പിന്നെ ഏതാണ്? പ്രവൃത്തി എടുത്തു. എന്താണ് പ്രവൃത്തി? അതുപോലെ തന്നെ ഊർജം, പ്രവൃത്തി, എനർജി, പിന്നെന്താണ്? ഫോഴ്സ് അല്ലെ, ബലം എടുത്തു, പിന്നെ ശബ്ദം എടുത്തു. ഇത്രയും ടോപ്പിക്കുകൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു. ടോപ്പിക് വൈസ് ആകുമ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ ഒക്കെ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമന്റ് ഇടാനൊക്കെ കൂട്ടുകാർക്ക് ഭയങ്കര മടിയാണല്ലേ, പഠിപ്പിന്റെ തിരക്കിലായിരിക്കും അല്ലേ. നന്നായി പഠിക്കുക കേട്ടോ, നന്നായിട്ട് സമയം ചെലവാക്കുക. 8 ആണ് ഇന്നത്തെ ഡേറ്റ്, 18-നാണ് എക്സാം. നമ്മൾ ഏകദേശം ഒരു 14-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ 14 അല്ല കേട്ടോ, ഒരു 12-13 ആകുമ്പോഴേക്കും നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആവും. GK വിഭാഗം കഴിയും. ബാക്കിയുള്ള ഫുൾ ഡേ ഒരു ദിവസമൊക്കെ ഞാനൊരു 3 ക്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇട്ട് തരും. ഏതിന്? കറണ്ട് അഫെയർ. ഓക്കെ, അപ്പോൾ കറണ്ട് അഫെയർ ഒക്കെ അപ്ഡേഷൻ ആയിരിക്കും. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.